ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വായിലിട്ടാൽ അലുത്തു പോകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് പാൻ കേക്ക്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ പാൻ കേക്ക് നമുക്കൊന്ന് വീഡിയോയിൽ ഉണ്ടാക്കുന്നത് കാണാം. പാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് മുട്ടയും പാലും മൈദയും വെള്ളവുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പാൻ കേക്കിൻ്റെ ഫില്ലിങ്ങിന് 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് പഞ്ചസാര, ഒരു 1.5 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നമുക്കാദ്യം ഈ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. പാൻ കേക്കിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് നമുക്കൊന്ന് ചോക്ക് വറുത്തെടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി ഫില്ലിങ് റെഡിയാക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പാൻ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാം. നമുക്ക് ഈ ബൗളിലേക്ക് ഒരു മുട്ട ആദ്യം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്കൊരു ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ചേർക്കാം. ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു കളർ കിട്ടുന്നതിനായിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇതിലേക്ക് ഇടാം. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു കപ്പ് മൈദ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടി മുഴുവൻ നമ്മൾ ഇട്ട് കൊടുത്തു. നല്ലപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്യാം. നോക്കിക്കേ, ബാറ്ററി കൺസിസ്റ്റൻസിയിൽ നല്ല ലൂസായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ പാൻ കേക്കിൻ്റെ ബാറ്ററും റെഡി ആയിരിക്കുകയാണ്. പാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓരോ തവി മാവ് കോരി ഒഴിച്ച് നമുക്ക് നല്ലതായിട്ട് ചുറ്റിച്ചെടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മറിച്ചിട്ടെടുക്കുകയൊന്നും വേണ്ട. നമുക്ക് ഈ പാൻ കേക്ക് വെന്തോ നോക്കാം. അതായത് സൈഡിൽ നിന്ന് വിട്ട് വരുന്നതാണ് നമുക്ക് നോക്കി ശരിക്ക് വേകുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള പാൻ കേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇതിൻ്റെ ഫില്ലിങ് വെക്കുന്നതിന് മുമ്പ് ഇത് നല്ലതുപോലെ തണുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പാൻ കേക്ക് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതും ഓരോന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. പാൻ കേക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. നന്നായിട്ട് ഈ പാൻ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു 1.5 ടേബിൾ സ്പൂൺ
ഫില്ലിങ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ ബാക്കിയും കൂടെ നമുക്കൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കാം. പാൻ കേക്കെല്ലാം നല്ലതുപോലെ റോൾ ചെയ്തെടുത്തു. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കുമെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ പാൻ കേക്ക് വായിലിട്ടാൽ അലുത്തു പോകുന്നതാണ്. അത്രയ്ക്കും സോഫ്റ്റാണ് ഈ പാൻ കേക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.